ഇത് പ്രസന്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, പോരാത്തതിന് വണ്ടി കമ്പനികളുടെ രാജാവ് ഇലോൺ മസ്കിനെയും അദ്ദേഹത്തിൻ്റെ ടെസ്ലയെയും കുറിച്ച് അറിയാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല അല്ലേ? ഒരു 10-12 കൊല്ലം മുമ്പ് ഇലോൺ മസ്കിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ചൈനയിലെ BYD എന്നൊരു കമ്പനി വരുന്നുണ്ടല്ലോ, അവരെ ടെസ്ലയ്ക്ക് ഒരു ഭീഷണിയായി കാണുന്നുണ്ടോ? ചോദ്യം കേട്ട പാടെ മസ്ക് എന്താ ചെയ്തതെന്നറിയാമോ? പുള്ളി ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അവരുടെ വണ്ടി കണ്ടിട്ടുണ്ടോ? അവർക്ക് നല്ലൊരു ഡിസൈൻ പോലും ഇല്ല. അന്ന് മസ്ക് മാത്രമല്ല, ലോകം മുഴുവൻ ആ ചൈനീസ് കമ്പനിയെ നോക്കി പരിഹസിച്ചു. Competitors now ramping up, and as you're familiar with BYD, which is also on the West Coast, I think they're ramping up production of their electric vehicle. Warren Buffett owns 10% stake in that. Why do you laugh? Here he is trying to compete. Why do you laugh? Have you seen that car? You don't see them at all as a competitor. No. I don't think they have a great product. പക്ഷേ കാലം മാറി. ഇന്ന്, അതായത് ഈ 2026 വണ്ടികളുടെ ലോകം എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അന്ന് മസ്ക് ആരെ നോക്കിയാണോ ചിരിച്ചത്, ആ BYD ഇന്ന് ടെസ്ലയുടെ നെഞ്ചിലേക്ക് കയറി നിൽക്കുകയാണ്. ഗ്ലോബൽ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ ടെസ്ലയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ഒരേ ഒരു കമ്പനിയായി BYD മാറിക്കഴിഞ്ഞു. അന്ന് ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞ ആ കമ്പനി എങ്ങനെയാണ് ഇലോൺ മസ്കിൻ്റെ സാമ്രാജ്യത്തെ ഇളക്കി മറിച്ചത്? വലിയൊരു ബിസിനസ് പാഠമുണ്ട് ഇതിനു പിന്നിൽ. നമുക്ക് തുടക്കം തൊട്ട് തന്നെ അത് നോക്കാം. BYD is a young and promising company experiencing dynamic growth. A leader in innovation and technology. Our joint strength is based on high-tech cooperation, and BYD has a bright future. ഈ കഥ തുടങ്ങുന്നത് 1995-ലാണ്. അന്ന് BYDക്ക് സ്വന്തമായി വണ്ടികളുമില്ല, ലോകത്ത് ടെസ്ലയുമില്ല. വാങ് ചുവാൻഫു എന്ന് പറയുന്ന ഒരു സാധാരണ ഗവൺമെൻറ് റിസർച്ചർ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. കയ്യിലാണെങ്കിൽ വലിയ പണമൊന്നുമില്ല. അന്ന് ലോകം ഭരിച്ചിരുന്നത് മൊബൈലിലും വാക്മാനിലുമൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികളാണ്. സോണി പോലെയുള്ള വമ്പൻ ജാപ്പനീസ് കമ്പനികളാണ് ഈ മാർക്കറ്റ് ഭരിച്ചിരുന്നത്. അക്കാലത്ത് ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ടായിരുന്നു. പഴയതരം നിക്കൽ കാഡ്മിയം ബാറ്ററികളിൽ നിന്ന് ലോകം പുതിയ ലിഥിയം അയോൺ ബാറ്ററികളിലേക്ക് മാറാൻ തുടങ്ങിയ സമയം. വലിയ കമ്പനികളെല്ലാം ലിഥിയത്തിന് പിന്നാലെ ഓടി. പക്ഷേ ഇവിടെയാണ് നമ്മുടെ വാങ് ചുവാൻഫു ഒരു അപ്രതീക്ഷിത നീക്കം നടത്തിയത്. എല്ലാവരും ലിഥിയത്തിന് പിന്നാലെ പോയപ്പോൾ പുള്ളി നേരെ തിരിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാത്ത ആ പഴയ നിക്കൽ കാഡ്മിയം ബാറ്ററി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കേൾക്കുമ്പോൾ വലിയ വിഡിത്തമായി തോന്നാം അല്ലേ? പുതിയ ടെക്നോളജി വരുമ്പോൾ ആരാണ് പഴയതിൻ്റെ പുറകെ പോവുക? പക്ഷേ പുള്ളിയുടെ കണക്കുകൂട്ടൽ വേറെയായിരുന്നു. വലിയ കമ്പനികളെല്ലാം ലിഥിയത്തിലേക്ക് മാറിയപ്പോൾ മാർക്കറ്റിൽ ഒരു വലിയ വിടവ്, ഗ്യാപ്പ് ഉണ്ടായി. കാരണം അപ്പോഴും IBM പോലെയുള്ള വലിയ കമ്പനികൾക്ക് അവരുടെ പഴയ ഡിവൈസുകൾക്കായി നിക്കൽ ബാറ്ററികൾ ആവശ്യമുണ്ടായിരുന്നു. ഭീമന്മാരോട് മുട്ടാൻ പോകാതെ അവർ ഉപേക്ഷിച്ച വഴിയിലൂടെ നടന്ന് പണം വാരുക, അതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ സ്ട്രാറ്റജി. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കസിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് പുള്ളി ഫാക്ടറി തുടങ്ങിയത്. അവിടെയും തീർന്നില്ല പുള്ളിയുടെ ബുദ്ധി. ജപ്പാനിലെ കമ്പനികൾ കോടികൾ വിലയുള്ള റോബോട്ടുകളെ വെച്ചാണ് ബാറ്ററികൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ചൈനയിൽ അന്ന് ഏറ്റവും ചിലവ് കുറവ് എന്തിനാണെന്നറിയാമോ? മനുഷ്യ അധ്വാനത്തിന്. ചൈനയിലെ കുറഞ്ഞ ലേബർ കോസ്റ്റ് പുള്ളി മുതലാക്കി. വലിയ മെഷീനുകൾക്ക് പകരം ഒരുപാട് മനുഷ്യരെ വെച്ച് പുള്ളി സിമ്പിളായി ആ ഫാക്ടറി റൺ ചെയ്തു. കുറഞ്ഞ ചിലവിൽ ക്വാളിറ്റിയുള്ള ബാറ്ററികൾ ഉണ്ടാക്കി പുള്ളി മാർക്കറ്റ് പിടിച്ചു. പക്ഷേ അവിടെ ഒരു വലിയ പണി ഉണ്ടായിരുന്നു. ഈ നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഉണ്ടാക്കണമെങ്കിൽ പൊടിയോ ഈർപ്പമോ ഇല്ലാത്ത അൾട്രാ ക്ലീനായ സ്ഥലം വേണം. ഇല്ലെങ്കിൽ ബാറ്ററിക്ക് തീപിടിക്കാൻ വരെ സാധ്യതയുണ്ട്. സാധാരണ കമ്പനികൾ ഇതിനു വേണ്ടി കോടികൾ മുടക്കി വലിയ എയർ ഫിൽട്ടറുകളുള്ള ഭീമൻ ക്ലീൻ റൂമുകൾ ഉണ്ടാക്കും. എന്നാൽ നമ്മുടെ വാങ് ചുവാൻഫു ചിന്തിച്ചത് മറ്റൊന്നാണ്. ഫാക്ടറി മൊത്തം ക്ലീനാക്കിയിട്ട് എന്തിനാ? നമുക്ക് ആ ബാറ്ററി ഇരിക്കുന്ന സ്ഥലം മാത്രം ക്ലീനാക്കിയാൽ പോരെ. എന്നിട്ട് പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ? വലിയ റൂമുകൾക്ക് പകരം സുതാര്യമായ ചെറിയ ഗ്ലാസ് ബോക്സുകൾ ഉണ്ടാക്കി. എന്നിട്ട് തൊഴിലാളികൾ ഈ ബോക്സിന് പുറത്തു നിന്ന് അതിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള ഗ്ലാസുകളിലേക്ക് കൈയിട്ടാണ് ബാറ്ററി അസംബിൾ ചെയ്തത്. ബോക്സിനുള്ളിൽ മാത്രം പക്ക ക്ലീൻ എയർ, പുറത്ത് നോർമൽ ഫാക്ടറിയും. സിമ്പിൾ ഐഡിയ, പക്ഷെ ലാഭിച്ചത് കോടികളാണ്. നോക്കിയയും മോട്ടറോളയും ഒക്കെ ഈ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ബാറ്ററി കണ്ട് ഓടി വന്ന് BYDയുടെ കസ്റ്റമേഴ്സായി. അങ്ങനെ 2002 ആയപ്പോഴേക്കും ബാറ്ററി മാർക്കറ്റിൽ പുള്ളി പണം വാരി തുടങ്ങി. പക്ഷേ ബിസിനസ്സിൽ എപ്പോഴും ഒരേ വഴിയിൽ പോയാൽ പണി പാളുമെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. ലോകം വണ്ടികളിലേക്ക് മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി പുള്ളി അടുത്ത റിസ്ക് എടുത്തു.
കാർ നിർമ്മാണത്തിലേക്ക് ഇറങ്ങി. പക്ഷേ തുടക്കം ഒരു വൻ ദുരന്തമായിരുന്നു കൂട്ടുകാരെ. This plain-looking sedan is actually one of them. It's from Chinese automaker BYD. Bad-looking car. It sort of looks like a Corolla or maybe a Kia Optima. ഒരു 10 വർഷത്തോളം BYD ഉണ്ടാക്കിയ വണ്ടികളെല്ലാം കാണാൻ ഒരു ലുക്കുമില്ലാത്ത ജാപ്പനീസ് വണ്ടികളുടെ ചീപ്പ് കോപ്പിയടി മാത്രമായിരുന്നു. വണ്ടികൾക്ക് ക്വാളിറ്റിയുമില്ല, മെക്കാനിക്കൽ കംപ്ലൈൻറ്റുകൾ വേറെയും. അമേരിക്കയിൽ അവർ ഇറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ വരെ റേഞ്ചില്ലാതെ ആളുകൾ ചീത്ത വിളിക്കുന്ന സാഹചര്യം. ആ സമയത്താണ് അവിടെ വടക്കേ അമേരിക്കയിൽ ഇലോൺ മസ്കും ടെസ്ലയും ലോകത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് വണ്ടികളുമായി തരംഗം സൃഷ്ടിക്കുന്നത്. ടെസ്ലയുടെ മുന്നിൽ BYD വെറുമൊരു കോമാളിയായി മാറി. പോരാത്തതിന് 2020 കോവിഡും വന്നു. ഫോർഡും നിസാനും ടാറ്റയും വരെ വണ്ടികൾ വിൽക്കാൻ പറ്റാതെ വിയർത്ത സമയം. BYDക്കാണെങ്കിൽ ശമ്പളം കൊടുക്കാൻ 2 ലക്ഷത്തിലധികം ജീവനക്കാരുമുണ്ട്. ഏതൊരു കമ്പനിയും പൂട്ടിപ്പോകാവുന്ന അവസ്ഥ. പക്ഷേ വാങ് ചുവാൻഫു അവിടെയും കളി മാറ്റി. വണ്ടി ഫാക്ടറികളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പുള്ളി മാസ്ക് നിർമ്മാണ ഫാക്ടറികളാക്കി മാറ്റി. ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാസ്ക് പ്രൊഡ്യൂസറായി BYD മാറി. അങ്ങനെ കോവിഡ് പ്രതിസന്ധിയിലും കമ്പനി ലാഭത്തിലോടി. പക്ഷേ നമ്മുടെ മെയിൻ ചോദ്യം ബാക്കി നിൽക്കുകയാണല്ലോ, ഈ പരാജയങ്ങളിൽ നിന്നൊക്കെ BYD എങ്ങനെയാണ് ടെസ്ലയെ ഞെട്ടിച്ചത്? ടെസ്ലയെ തോൽപ്പിക്കണമെങ്കിൽ വണ്ടിയുടെ ലുക്ക് മാത്രം പോരാ, അതിൻ്റെ ഹൃദയം മാറ്റണം എന്ന് വാങ് ചുവാൻഫുവിന് അറിയാമായിരുന്നു. ഇലക്ട്രിക് വണ്ടികളുടെ ഹൃദയം എന്താണ്? അതിൻ്റെ ബാറ്ററി തന്നെ. അന്ന് ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉപയോഗിച്ചിരുന്ന ബാറ്ററികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അമിതമായി ചൂടായാലോ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചാലോ അത് 500 ഡിഗ്രി ചൂടിൽ ബോംബ് പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. ഈ പേടി മാറ്റാൻ 2020 BYD ഒരു വിപ്ലവം കൊണ്ടുവന്നു. അതാണ് ബ്ലേഡ് ബാറ്ററി. കത്തി പോലെ നീളമുള്ള രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാറ്ററി എത്രത്തോളം സേഫ് ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ BYD അവരുടെ ലാബിൽ വെച്ച് ഒരു കൊടും പരീക്ഷണം നടത്തി. നഖം തുളച്ചു കയറ്റുന്ന പരീക്ഷണം എന്നാണ് ഇതിന് പറയുക. ഒരു വലിയ ഇരുമ്പ് ആണി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയുടെ നെഞ്ചിലേക്ക് നേരിട്ട് അടിച്ചു കയറ്റി. സാധാരണ ബാറ്ററികളുടെ നെഞ്ചിലേക്ക് ആണി അടിച്ച് കയറ്റിയപ്പോൾ അവയൊക്കെ വലിയ പുകയും തീയോടും കൂടി പൊട്ടിത്തെറിച്ചു. എന്നാൽ ഈ ചൈനീസ് കമ്പനിയുടെ ബ്ലേഡ് ബാറ്ററിയിലേക്ക് ആണി കയറ്റിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഒരു പൊട്ടിത്തെറിയുമില്ല, പുകയുമില്ല, തീ പോലുമില്ല. ബാറ്ററിയുടെ ചൂട് ഒട്ടും കൂടിയില്ല. ലോകം മുഴുവൻ കൈയടിച്ചു പോയ വമ്പൻ വിജയമായിരുന്നു അത്. ഇലക്ട്രിക് വണ്ടികൾക്ക് അപകടത്തിൽപ്പെട്ടാൽ തീപിടിക്കുമെന്ന പേടി അതോടെ മാറി. ഈ ടെക്നോളജി എത്രത്തോളം ഹിറ്റായി എന്ന് വെച്ചാൽ അന്ന് അവരെ നോക്കി ചിരിച്ച ഇലോൺ മസ്കിൻ്റെ ടെസ്ലയ്ക്ക് വരെ അവരുടെ മോഡൽ 3, മോഡൽ Y വണ്ടികൾക്കായി ഈ BYDയുടെ ബാറ്ററി കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ശത്രുവിനെ കൊണ്ട് സ്വന്തം പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മാസ്. പക്ഷേ വെറുമൊരു ബാറ്ററി കൊണ്ട് മാത്രമല്ല BYD ഇന്ന് ലോകം കീഴടക്കുന്നത്. അതിന് പിന്നിൽ വേറെയും ചില വലിയ കളികളുണ്ട്. ടെസ്ലയുടെ വണ്ടികൾക്ക് നല്ല വിലയുള്ളപ്പോൾ BYD എങ്ങനെയാണ് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വില കുറഞ്ഞ വണ്ടികൾ ഉണ്ടാക്കുന്നത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രധാന കാരണം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ആണ്. അതായത് ഒരു വണ്ടി ഉണ്ടാക്കാൻ ആവശ്യമായ ബാറ്ററിയും അതിനുള്ള റോ മെറ്റീരിയൽസും ചിപ്പുകളും എന്തിനേറെ വണ്ടിയുടെ ഡിസൈൻ വരെ BYD സ്വന്തമായി തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ള കമ്പനികൾ വിൻഡോ ഗ്ലാസിനും സീറ്റിനുമൊക്കെ വേറെ കമ്പനികളെ ആശ്രയിക്കുമ്പോൾ BYD എല്ലാം സ്വന്തമായി ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു. പോരാത്തതിന് വണ്ടികൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ BYD എക്സ്പ്ലോറർ എന്ന പേരിൽ സ്വന്തമായി ഭീമൻ കപ്പലുകൾ വരെ ഈ 2026 അവർക്കുണ്ട്. ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് അവർക്ക് വണ്ടിയുടെ വില പകുതിയായി കുറയ്ക്കാൻ പറ്റി. എന്നാൽ BYDയുടെ ഈ വമ്പൻ വളർച്ച കണ്ട് പേടിച്ച അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ചൈനീസ് വണ്ടികൾക്ക് മേൽ വലിയ നികുതികൾ ചുമത്തിക്കൊണ്ട് ഇവരെ പൂട്ടാൻ നോക്കുന്നുണ്ട്. ചൈനീസ് വണ്ടികൾ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ തങ്ങളുടെ സ്വന്തം കമ്പനികൾ പൂട്ടിപ്പോകുമെന്നാണ് ഇവരുടെ ഭയം. പക്ഷേ എന്നിട്ടും ഈ 2026 തളരാതെ ലോകം മൊത്തം വണ്ടികൾ എത്തിക്കാൻ തന്നെയാണ് BYDയുടെ നീക്കം. ഇതൊക്കെ പ്രൊഡക്ഷൻ്റെ കാര്യം. എന്നാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞ് കളിച്ചതാണ് ഇവരുടെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക്. ടെസ്ല വണ്ടികൾ 100% ഇലക്ട്രിക്കൽ ഓടുമ്പോൾ BYD ഒരു ബുദ്ധി കാണിച്ചു. അവർ പ്ലഗ് ഇൻ ഹൈബ്രിഡ് PHEV വണ്ടികളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അതായത് ബാറ്ററിയിലും ഓടും, ചാർജ് തീർന്നാൽ പെട്രോളിലും ഓടും. ചാർജിംഗ് സ്റ്റേഷനുകൾ കുറവുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് വഴിയിൽ കുടുങ്ങിപ്പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. BYD ആ പേടി അങ്ങോട്ട് മാറ്റി. ഈ 2026 BYD അവരുടെ 5ാം തലമുറ ഹൈബ്രിഡ് ടെക്നോളജി പുറത്തിറക്കിയിട്ടുണ്ട്.
കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ഫുള്ളാക്കുകയും ഒപ്പം ഇതിൻ്റെ ബാറ്ററി 100% ഫുൾ ചാർജ് ചെയ്യുകയും ചെയ്താൽ ഇതൊരൊറ്റ വലിക്ക് 2100 കിലോമീറ്ററിലധികം ഓടും. അതായത് ഇവിടെ കേരളത്തിൽ നിന്ന് വണ്ടി എടുത്താൽ നേരെ ഡൽഹിക്ക് വരെ വഴിയിൽ എവിടെയും പെട്രോൾ അടിക്കാനോ ചാർജ് ചെയ്യാനോ വണ്ടി നിർത്താതെ നമുക്ക് ഓടിച്ചു പോകാം. ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കിയാൽ പിന്നെ ആളുകൾ ക്യൂ നിൽക്കാതിരിക്കുമോ? ഈ ഒരു തരംഗം ചൈനയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും BYD എത്തിച്ചിട്ടുണ്ട്. ആറ്റോ 3, സീൽ തുടങ്ങിയ കിടിലൻ മോഡലുകളുമായി ഇന്ത്യൻ മാർക്കറ്റിലും അവർ വലിയ പ്ലാനുകളാണ് ഇടുന്നത്. ടാറ്റയും മഹീന്ദ്രയും ഒക്കെ ഭരിക്കുന്ന ഇന്ത്യൻ EV മാർക്കറ്റിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വരും മാസങ്ങളിൽ കൂടുതൽ വില കുറഞ്ഞ വണ്ടികൾ ഇന്ത്യയിൽ ഇറക്കാനും അവർക്ക് പ്ലാനുകളുണ്ട്. ഇതുപോലെയുള്ള ബിസിനസ് രഹസ്യങ്ങൾ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചുരുക്കത്തിൽ അങ്ങനെ ടെസ്ല പണക്കാരായ ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തപ്പോൾ BYD സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നു. ടൗണുകളിൽ മാത്രമല്ല, ചൈനകളിലെ ചെറിയ ഗ്രാമങ്ങളിൽ വരെ BYD വണ്ടികൾ ചെന്നെത്തി. പോരാത്തതിന് ആളുകൾ കളിയാക്കിയ ആ പഴയ ചീപ്പ് ലുക്ക് അവർ പൂർണ്ണമായും അങ്ങോട്ട് മാറ്റി. ലോകോത്തര ഡിസൈനർമാരെ കൊണ്ടുവന്ന് വണ്ടികൾക്ക് പക്ക പ്രീമിയം ലുക്ക് നൽകി. ഈ 2026-ൽ ലക്ഷറി കാർ മാർക്കറ്റ് പിടിക്കാൻ ഡെൻസ പോലെയുള്ള സൂപ്പർ പ്രീമിയം ബ്രാൻഡുകളുമായി വന്ന് യൂറോപ്പിലെ BMW-നെയും മേഴ്സിഡീസിനെയും വരെ BYD ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും പുതിയ ട്വിസ്റ്റ്. 2025 വർഷം മുഴുവൻ പ്യുവർ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ BYD ടെസ്ലയെ മറികടന്ന് ഒന്നാമതെത്തിയിരുന്നു. എന്നാൽ ഈ 2026-ന്റെ തുടക്കത്തിൽ ടെസ്ല വൻതോതിൽ വില കുറച്ചതുകൊണ്ട് പ്യുവർ ഇലക്ട്രിക് സെയിൽസിൽ അവർ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു. അതായത് ഇലോൺ മസ്കും ചൈനീസ് കമ്പനിയും തമ്മിൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചോര ചിന്തുന്ന ഒരു വിലയുദ്ധം, EV പ്രൈസ് വാർ തന്നെയാണ് നടക്കുന്നത്. ടെസ്ല വില കുറയ്ക്കുമ്പോൾ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ BYD അതിനേക്കാൾ വില കുറഞ്ഞ മോഡലുകളുമായിട്ടാണ് മറുപടി നൽകുന്നത്. എങ്കിലും ഹൈബ്രിഡ് വണ്ടികൾ കൂടി കൂട്ടിയുള്ള മൊത്തം കണക്കിൽ ഇന്നും ഇലോൺ മസ്കിൻ്റെ ടെസ്ലയേക്കാൾ ഇരട്ടി വണ്ടികളാണ് BYD വിൽക്കുന്നത്. ഒരു കാലത്ത് വണ്ടിയുടെ പേരിൽ ലോകം മുഴുവൻ പരിഹസിച്ച ഒരു കമ്പനി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വണ്ടി കമ്പനികളിൽ ഒന്നായി മാറിയത് വാങ് ചുവാൻഫു എന്ന മനുഷ്യൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ്. ഈ ഒരു കഥയിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് പഠിക്കാൻ വലിയ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, വലിയ പേരിനും പണത്തിനും പുറകെ ഓടുന്നതിന് മുൻപ് കമ്പനിക്ക് സ്ഥിരമായി പണം തരുന്ന ഒരു സ്രോതസ്സ്, ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക. വാങ് ചുവാൻഫു തുടക്കത്തിലെ ലക്ഷറി കാർ ഉണ്ടാക്കാൻ പോയില്ല. ആദ്യം ബാറ്ററി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കി. ആ പണം വെച്ചാണ് പിന്നീട് കാർ സാമ്രാജ്യം പണിതത്. രണ്ടാമത്തെ പാഠം, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ടെക്നോളജി ഉണ്ടാക്കൽ മാത്രമല്ല, ചിലപ്പോൾ ഏറ്റവും ലളിതവും പ്രായോഗികവുമായ തീരുമാനങ്ങളായിരിക്കും വൻ വിജയം തരുക. വലിയ ക്ലീൻ റൂമുകൾക്ക് പകരം അവർ ഉണ്ടാക്കിയ ആ ചെറിയ ഗ്ലാസ് ബോക്സുകൾ ഓർമ്മയില്ലേ? അതാണ് ബുദ്ധി. മൂന്നാമത്തെ പാഠം, പ്രതിരോധം. ലോകം മുഴുവൻ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണോ അത് ഓരോന്നായി തിരുത്തുക. അങ്ങനെ ആളുകളുടെ പരിഹാസങ്ങളെല്ലാം സ്വന്തം വിജയത്തിനുള്ള ഇന്ധനമാക്കിയാണ് ഒരു ചെറിയ ചൈനീസ് ബാറ്ററി കമ്പനി ഇന്ന് ലോകം ഭരിക്കുന്ന ഇലക്ട്രിക് വണ്ടി കമ്പനിയായി മാറിയത്. അവരുടെ വണ്ടിയുടെ പേര് പോലെ തന്നെ BYD, ബിൽഡ് യുവർ ഡ്രീംസ്. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.